ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്നതിൻ്റെ ശേഷം കുളിച്ച് മാറ്റി ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം വിചാരിച്ചു ഒരു വീഡിയോ ഇടാം. ഞാൻ കുറേ ദിവസമായി ഗൈസ് വീഡിയോ കേട്ടിട്ട്, കാരണം പഠിക്കണം, പിന്നെ എനിക്ക് കളിക്കാനൊക്കെ പോകണം, അങ്ങനത്തെ കാര്യങ്ങളിലുള്ള കൊണ്ടാണ് ഒരു മാസമായി ഞാൻ വീഡിയോ ഇട്ടത്. അപ്പം എന്ന് വിചാരിച്ച് എന്തായാലും ഒരു വീഡിയോ ഇടണം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ പരിസരം എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, മേഘം നോക്ക്. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരു വീട് വരുന്നുണ്ട്, കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഇവിടെ ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളെ വീട്. വീടിൻ്റെ ബാക്ക് വശമാണ്, മുൻവശമാണ് കാണിച്ചത്. ഇതാണ് വീഡിയോ എടുക്കുന്ന വേറെ പൈസ തന്നോ കേട്ടോ, ഫോട്ടോ എടുക്കുന്നതിന് വേറെ പൈസ തന്നോ. ശരി, പൈസയൊക്കെ തരാം. എനിക്ക് പൊക്കത്തുന്നില്ല ഗൈസ്. എന്നെ വീടിൻ്റെ മുൻഭാഗം. ഇതാണ് വീടിൻ്റെ മുൻഭാഗം. വീടിൻ്റെ അവിടെ ഒരു വീടുണ്ട്. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊക്കെ എൻ്റെ ഉപ്പച്ചൻ്റെ തോട്ട കൃഷിയാണ്. പിന്നെ ഞങ്ങളെ വീടിൻ്റെ മുന്നിലൊരു റോഡൊക്കെ ഉണ്ട് കേട്ടോ. റോഡിലോട്ടല്ല വരിക, റോഡിലോട്ടാണ് ഞാൻ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് കയറി ഒരു കയറ്റമൊക്കെ ഉണ്ട്. ചില വണ്ടികളൊന്നും ഇതിലൂടെ പോവില്ല, പോക്കി ചെയ്യും ഗൈസ്. എനിക്കൊരു പേടിയുണ്ട്, അവിടെ പട്ടി ഉണ്ടോ എന്നൊരു പേടിയുണ്ട്. പങ്ങിയാണ് ഞാൻ പോകുന്നത്. ഓ ഗൈസ്, തൽക്കാലത്തിന് ഇവിടെ പട്ടി ഒന്നും ഇല്ല. നമുക്ക് മേലെ ഗ്രൗണ്ടിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല, കാരണം എനിക്ക് നല്ല പേടിയുണ്ട്. പട്ടി ഉണ്ടാകുമോ, ഉണ്ടാവും ഇല്ലേ ഗൈസ്. താഴ്ക്കന്നെ പോവാ, അയ്യോ അല്ല വേണ്ട, ബാൽക്കണി പോവാ. എൻ്റെ ഇതിലൊന്നും ഉറപ്പിച്ച് എൻ്റെ വീടിൻ്റെ റോഡാണിത്. അല്ലാണ്, കാരണം എൻ്റെ വീട് റാട്ടക്കൊല്ലിയാണ്, മേൽക്ക് കുന്നിരിക്കും. ഞാൻ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല ഗൈസ്, കാരണം പോവാത്തത് എന്താ വെച്ചാൽ എനിക്ക് നല്ല പേടിയുണ്ട്. അവിടെ പട്ടിയിട്ട് എൻ്റെ കയ്യിൽ എന്നെ കടിച്ചാൽ എനിക്ക് നല്ല വിഷമമാവും. പിന്നെ ഉപ്പാക്കും ഉമ്മക്കൊക്കെ നല്ല വിഷമമാവും കേട്ടോ. അതിനെക്കൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഓക്കെ, പരിസരമൊക്കെ ഒന്ന് ഞാൻ ചുറ്റി കാണിച്ചു തരാം. ബാക്കിലൊരാളുണ്ട്, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ഗൈസ്. അവിടെ കാണുന്നുണ്ട് വിചാരിക്കുന്നു. മേലേക്ക് ഇങ്ങനെ നടന്നു പോകണം, ഭാഗ്യം അതൊക്കെ പോയി. അയ്യോ, മേലെ അവിടെ ചിലപ്പോൾ ആൾക്കാരുണ്ടാകും തോന്നുന്നു. എൻ്റെ ഉപ്പച്ചുണ്ടാകും അവിടെ, അങ്ങോട്ട് നമുക്ക് പോവാം. ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. അയ്യോ, കയറി ചിലപ്പോൾ എൻ്റെ അവിടെ കാക്കുണ്ടാകും. അവിടെ ഒരു സ്ഥലത്ത് കയറി ഇവിടെ എത്തിയിരിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ കാക്ക ഉണ്ടാവും കേട്ടോ അവിടെ. ഇവിടെ ഒരു റോഡുണ്ട്, ഇവിടെ ഞങ്ങൾ കുടുംബക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കാണുന്നുണ്ട് വിചാരിക്കുന്നു. അവിടെ മേലെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അവിടെ ഒരു ആൺകുട്ടികളൊക്കെ കളിക്കും. അവിടെ എൻ്റെ കാക്കയും കളിക്കുന്നുണ്ട്, എല്ലാവരും കളിക്കുന്നുണ്ട്.
അങ്ങനെ ഞാൻ വീണ്ടും താഴേക്ക് നടക്കാൻ തുടങ്ങി. അയ്യോ, നടന്ന് മനുഷ്യന് പാടല്ലേ വീട്ടിൽ ഗൈസ്. ഇനി താഴെ കാണിച്ചു തരണം. പിന്നെ ഇവിടെയൊക്കെ നല്ല കാട്, കാപ്പിത്തോട്ടാണ്. കാപ്പിത്തോട്ടം ആകാശത്തൂടെ എന്തോ പറക്കുന്നുണ്ട്, കിളിയെത്തിയ തോന്നുന്നു. ഇപ്പുറത്ത് മൊത്തം ഞാൻ കാണിച്ചു നല്ല വുമുണ്ട് ഗൈസ്. ഇവിടെ ഒന്നും മഴയെ പെയ്തിട്ടില്ല, കാട്ടുകൊല്ലിന്ന് മഴയെ പെയ്തിട്ടില്ല ഗൈസ്. എല്ലാവരും കണ്ട് വിചാരിക്കുന്നു. നമുക്ക് താഴേക്കിനി നടക്കാം. ഞാൻ മുങ്ങേണ്ടതാണ് ഗൈസ് നല്ലത്. നടക്കണ്ട നടക്കിനി. കാരണം നിങ്ങൾ അവിടെ ഒരു താത്തനെ കണ്ട് ഉണ്ടാവില്ല. അവിടെ ബാക്കിലൊരു താത്തൻ്റെക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം ഞാൻ മേലേക്ക് നിന്ന് നടക്കുകയാണ്. അവിടെ ഒരു താത്ത ഉണ്ട് കേട്ടോ. അവിടെ ഒരു താത്ത ഉണ്ട് കേട്ടോ. റോഡ് ഇത് താഴേക്കുള്ള റോഡാട്ടോ. മേലേക്കുള്ള റോഡ് ഇവിടെയാണ്. ഇത് മേലേക്ക്, ഇത് നേരെ താഴേക്ക്. കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇവിടെയൊക്കെ നല്ല കൃഷിയാണ്. കൃഷി ഇത് വേറെ ആളുടെ കൃഷി, ഇത് വേറെ ആരുടെയോ കാപ്പിത്തോട്ടം. എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ തുള്ളിച്ചാടി പോവാണ്. പക്ഷെ ഇത് ഫോണിൽ കളിച്ചിട്ട് എനിക്ക് നല്ല പൊട്ടും. എനിക്കൊന്ന് ശ്രദ്ധിച്ചാണ് പോകുന്നത് ഗൈസ്. ഒരു വഴി കണ്ടു വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ? ഞാൻ അവിടെ ഒന്ന് നേസിന് മുങ്ങാം. ഓടി ഗൈസ്, ഞാൻ ഓടി. അതാ പോയിട്ട് നമുക്ക് കയറാം. എസ്കേപ്പ് ആയതാട്ടോ ഞാൻ. പിന്നെ ഞങ്ങളുടെ താഴേക്ക് റോഡൊക്കെ ഉണ്ട്. ഇവിടെ ഞാനുണ്ട് ഗൈസ്. പിന്നെ അവിടെ ഒരു മലയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ മലയൊക്കെ കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് പറയണേ. പിന്നെ ഇവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിലേക്ക് പോവാൻ നല്ല പേടിയാണ്. കാരണം അവിടെ പട്ടി കിടക്കുന്നുണ്ടാവും. ആ വീട്ടിൽ ആരുമില്ല. ഈ വീട്ടിൽ ആളുണ്ട്.